അല്ലോ ശ്രദ്ധിക്കണം, ആരാണ് സമ്പാദിക്കേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞു തരേണ്ടതാരാ? അമേരിക്കക്കാരിൽ ഉണ്ടാക്കുന്ന സമ്പാദ്യ വ്യവസ്ഥയല്ല. ആരാണോ ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞു വെച്ചത്? ആ പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച സമ്പാദന വ്യവസ്ഥയാ നമ്മുടെ സമ്പാദന വ്യവസ്ഥയാ വേണ്ടത്. അതാണ്ട് അടിത്തറയാണ് ഖുർആനിൽ പഠിപ്പിക്കുന്നത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അല്ലാഹുവാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ശ്രദ്ധിക്കണം, 21-ാം നൂറ്റാണ്ട് കോടികൾ ചെലവഴിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയില്ലെന്നല്ലേ ഖുർആന്റെ സൂചന. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, ഭൂമിയെ അവനാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്. എന്താണ് പറയുന്നത്? ഭൂമിയുടെ വജസ്സുകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തോളൂ, നടന്നു പോയിക്കോളൂ. അർത്ഥം ഭൂമിയല്ലാത്ത ഗോളഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യുക എന്നത് ദുഷ്കരമാണെന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതന്നല്ലേ അടുത്ത് നമ്മൾ പത്രത്തിൽ വായിച്ച്, ചൊവ്വയിൽ ജീവന്റെ സാധ്യതയുണ്ടോ? പഠനം പറഞ്ഞല്ലോ. ഇപ്പൊ അടുത്തൊരു 6 മാസം പത്രത്തിൽ നിങ്ങൾ വായിച്ചു. കാസർഗോഡ് പത്രം വരാനില്ലേ? ഇല്ലേ? എല്ലാ പത്രവും ഇല്ലേ? വളരെ അറ്റത്തായത് കൊണ്ട് നിങ്ങൾ അവഗണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നിങ്ങളില്ല. സൗഭാഗ്യമുള്ള മനുഷ്യൻ, അവരുടെ നല്ല മഹാൻ കിടക്കുന്ന നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലേ. അല്ലാഹുവേ, നല്ലവരായി മരണപ്പെടാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഒരു 6 മാസങ്ങളും വായിച്ചോ? ചൊവ്വയിലേക്ക് യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. വായിച്ചിരുന്നോ? നിങ്ങളാരെ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ടിക്കറ്റ് ഫ്രീ ആണ്. വായിച്ചില്ലേ നിങ്ങൾ? ചൊവ്വയിലേക്ക് യാത്ര എപ്പോഴാ? 2020 ആകുമ്പോൾ 10,000 ആളുകളെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. യാത്രാ ടിക്കറ്റ് ഫ്രീ ആണ്. അങ്ങോട്ടുള്ള ടിക്കറ്റ് ഫ്രീ ആണ്. പത്രങ്ങൾ എഴുതി നിങ്ങൾ കണ്ടില്ലേ? 1 ലക്ഷത്തോളം ആളുകൾ ബുക്കിംഗ് കഴിഞ്ഞു. 1 ലക്ഷത്തോളം ആളുകളുടെ ബുക്കിംഗ് കഴിഞ്ഞു. എന്ത്? ടിക്കറ്റ് കൂടി ഫ്രീ ആയപ്പോ എല്ലാവരും ബുക്കിംഗ്. നിങ്ങൾ കണ്ടോ? അപ്പൊ ആരോ ഒരാൾ ഇത് ടിക്കറ്റ് ഫ്രീ ആന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് 1 വേ ടിക്കറ്റ് ആണെന്നാ പറഞ്ഞത്. പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഏതോ ഒരാൾ ചോദിച്ചു, അപ്പൊ 1 വേ ആകുമ്പോ ഇങ്ങോട്ടുള്ള ടിക്കറ്റിന്റെ ചെലവാര വായിക്കണേന്ന് വെച്ചു. അപ്പൊ ഈ കൊണ്ടുപോകാൻ തീരുമാനിച്ചവർ തന്നെ ഭൗതിക ശാസ്ത്രം പറഞ്ഞതെന്താ? ഇങ്ങോട്ട് വരേണ്ടി വരില്ല, അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. ഇത് പറഞ്ഞെന്താ? ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അങ്ങോട്ട് യാത്ര ചെയ്യുന്ന ആളുകളാരും ജീവനോടെ ഭൂമിയിലേക്ക് തിരിച്ചു വരില്ല. കേൾക്കണേ നിങ്ങൾ വിശുദ്ധ ഖുർആൻ. അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഭൂമിയിലെ ഏത് ഭാഗത്തേക്കും നിങ്ങൾ യാത്ര ചെയ്തോളോ. ഭൂമിയുടെ വജസ്സുകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തോളോ. മാത്രമല്ല അല്ലാഹു ഭൂമിയിൽ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തോളോ. ഏത് ഭക്ഷണം? എല്ലാ ഭക്ഷണവും കഴിക്കാന്ന് പറഞ്ഞല്ലോ സാറേ. ഇപ്പൊ എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റുമോ? എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റുമോ? ചിലക്ക് സംശയം ഉണ്ടാവും. എല്ലാം കഴിക്കാന്നല്ലേ ഇപ്പൊ നിങ്ങള് പറഞ്ഞു. അപ്പൊ ഇതും കുടിക്കാമോ? ജ്യൂസൊക്കെ കുടിക്കാം. മറ്റേ ജ്യൂസ് കുടിക്കരുത്. ആളെ മത്താകുന്ന മദ്യപാനം പാടില്ല, മദ്യം കഴിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാഹു നിരോധിച്ച പാനീയങ്ങളും ഭക്ഷണങ്ങളും അല്ലാത്ത എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ കഴിച്ചോളോ. വകുലോ എന്താണ് പറഞ്ഞത്? ഭൂമി അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധനസമ്പാദനത്തിനായി, എന്തിനാ മനുഷ്യൻ ധനം സമ്പാദിക്കുന്നത്? വേണ്ടൊന്നില്ല. നിങ്ങളാരും സമ്പാദിക്കലില്ലേ? ഉണ്ടോ? എന്തിനാ? ജീവിക്കാൻ. ഈ ജീവിക്കാൻ ആവും മനസ്സിലാക്കണം. എന്നല്ലേ ജീവിക്കാൻ? ഏറ്റവും പ്രധാനമായതേതാ? ഏറ്റവും പ്രധാനമായ സമ്പാദിക്കുന്നത്, ഏറ്റവും പ്രധാനമായ ഒരാൾ സമ്പാദിക്കുന്നത് എന്തിനാ? നിങ്ങൾ ഇതിനെ സമ്പാദിച്ചിട്ട് ഞാൻ ഏറ്റവും ആവശ്യമുള്ള കാര്യം ഏതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല?
അതന്നല്ലേ നമ്മളാകെ ജീവിക്കുന്നതിന് ഏറ്റവും പ്രധാനം ഭക്ഷണമാണ്. വിശുദ്ധ ഖുർആൻ അക്ഷരം പ്രതിയല്ല ഈ ആയത്തിനു മുമ്പിൽ ഏറെ ചിന്താ നിമഗ്നനായിരുന്നു പോയിട്ടുണ്ട്. ഞാൻ ഏറെ ചിന്താ നിമഗ്നനായിരുന്നു പോയിട്ടുണ്ട്. ഒരേ ഒരായത്തില സമ്പാദനവും വിനിയോഗത്തിന്റെയും മാർഗം അല്ലാഹു പഠിപ്പിച്ചത്. ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാത്ര ചെയ്തോളൂ, എന്നിട്ട് സമ്പാദിച്ചോളൂ. എന്നിട്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ച ഭക്ഷണങ്ങൾ അല്ലാഹു കൽപ്പിച്ച അളവിൽ നിങ്ങൾ കഴിച്ചോളൂ. വിനിയോഗം നമ്മുടെ വിഷയമാണല്ലോ. പിന്നെയോ നിങ്ങൾ കഴിക്കുമ്പോഴും സമ്പാദിക്കുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യാത്ര ചെയ്യുമ്പോഴുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ റബ്ബിലേക്കാണ് മടക്കമെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണേ. അപ്പൊ നിങ്ങൾ സമ്പാദിക്കുമ്പോഴും വിനിയോഗിക്കുമ്പോഴും ഈ ബോധം നിങ്ങൾക്കുണ്ടാകണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ സമ്പാദിക്കുമ്പോൾ ഈ ബോധമുണ്ടാകണം, വിനിയോഗിക്കുമ്പോൾ ഈ ബോധമുണ്ടാകണം. വിശുദ്ധ ഖുർആന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബോധം നൽകുമാറാകട്ടെ. ബോധം വേണ്ടി ഇതെല്ലാം ഞാൻ വിട്ടേച്ച് കടന്നു പോകും. എന്നിട്ട് ഖബറിലേക്ക് വരും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ മഹ്ശറയിൽ വരും. രാജാതിരാജനായ റബ്ബ് തന്നെ നേരിട്ട് വിചാരണ ചെയ്യും. ഈ ബോധമൊക്കെ നിങ്ങൾക്കുണ്ടാകണേ എന്ന് അല്ലാഹു അസ്സ വജൽ. ഞാൻ വേഗം പോകാം, സമയം വളരെ വിരളമായതുകൊണ്ട്. അപ്പൊ സമ്പാദിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാ സമ്പാദന രീതിയും ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണം, സമ്പാദിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിലും സമ്പാദിക്കാമോ? പാടില്ല. ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ സമ്പാദിക്കാവോ. ഹറാമായ സമ്പാദനത്തിന്റെ വഴി അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ലേ? ഇല്ല. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. എന്റെ വിഷയം അവിടെ സ്പർശിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒറ്റ ഹദീസിൽ ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞു പോകുന്നുള്ളൂ. സമ്പാദനത്തെ കുറിച്ച് മുന്നണി പറഞ്ഞതെന്താ? നല്ല പോലെ ശ്രദ്ധിച്ചാകണേ. സമ്പാദനം അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ ഒരു തുണ്ട് പണം നിങ്ങളുടെ സമ്പാദനത്തിൽ വന്നാൽ കുല്ലു ലഹമിൻ നബത മിൻ ഹറാം ഫന്നാറു ഔലാ ബിഹി. കുല്ലു ലഹമിൻ നബത മിൻ ഹറാം, ഹറാമിൽ നിന്നുണ്ടാകുന്ന എല്ലാ മാംസവും. എന്താണ് പറഞ്ഞത്? കുല്ലു ലഹമിൻ നബത മിൻ ഹറാം, ഹറാമിൽ നിന്നുണ്ടാകുന്ന എല്ലാ മാംസവും. ഇങ്ങനെ ഹറാമെന്ന മാംസം ഉണ്ടാവാ നമ്മൾ ഭക്ഷിക്കുമ്പോഴാണല്ലോ നമ്മുടെ ശരീരം വളരുന്നത്. അപ്പൊ ഭക്ഷിക്കുന്നത് ഹറാമായാൽ, നമ്മൾ ഭക്ഷിപ്പിക്കുന്നത് ഹറാമായാൽ, ആരെ ഭക്ഷിപ്പിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട കരണിന്റെ ഘട്ടങ്ങളായ കുഞ്ഞുമക്കളെ നമ്മൾ ഭക്ഷിപ്പിക്കുന്നത് ഹറാമായാൽ എല്ലാം അതിൽ പെടും. അത് സമ്പാദിച്ച ആൾ മാത്രമല്ല, അയാളെ ആർക്കെല്ലാം ഭക്ഷിപ്പിക്കുന്നവോ കുല്ലു ലഹമിൻ നബത മിൻ ഹറാം ഫന്നാറു ഔലാ ബിഹി. അവരുടെ ശരീരത്തോട് ഏറ്റവും ബന്ധപ്പെട്ടതാ അല്ലാഹു നിഷേധിച്ച ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ശരീരത്തോട് ഏറ്റവും ബന്ധപ്പെട്ടത് ഫന്നാർ, നരകമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതിന് വേറെ ചില രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ല. ഞാനങ്ങോട്ട് കിടക്കുന്നില്ല. ആ ശരീരത്തെ തീ സ്പർശിക്കേണ്ട ഘട്ടം വരും. ഉഖ്റവിയായ ലോകത്ത്, ഭൂമിയിലും ഒരു പക്ഷെ ഉണ്ടായേക്കാം. മാരകമായ ക്യാൻസറായി. എന്നിട്ട് തൊണ്ടക്ക റേഡിയേഷൻ നടത്തിയത്, വയറിനാ റേഡിയേഷൻ നടത്തിയത്, തലച്ചോറിനാ റേഡിയേഷൻ നടത്തിയത്. ഫന്നാറു ഔലാ ബിഹി. ഉഖ്റവിയായ ലോകത്ത് നരകമാവിനോട് ഏറ്റവും ബന്ധപ്പെട്ടത്. അപ്പൊ അത്തരത്തിലുള്ള ശരീരത്തോട്, ആ ശരീരത്തിന് ബന്ധപ്പെട്ടത് തീയാണ്.
ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ മനസ്സിലാക്കണ്ട, ക്യാൻസർ വന്ന മുഴുവൻ ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കണ്ടേ. രണ്ട് രീതിയിലുള്ളത്, ശിക്ഷയുണ്ട് അനുഗ്രഹമുണ്ട്. മുഅ്മിനായ ആളാണോ രോഗം അനുഗ്രഹമാണ്, മോശപ്പെട്ട ആളാണോ രോഗം ശിക്ഷയാണ്. കരിച്ചു കളഞ്ഞതിന്റെ ഇത് മുഴുവൻ ഇത് നടന്നു കിടക്കല്ലേ. പലിശ ഇങ്ങനെ ഞാൻ അറിയില്ല ഈ വിഷയം കൊടുക്കണം. ഈ വിഷയം കൊടുക്കുകയാണെങ്കിൽ ആദ്യം സമ്പാദം ഒന്ന് കൊടുക്കേണ്ടി. ആശങ്ക പോയോ? വേറുണ്ടാവൂലേ? സമ്പാദനം കൊടുക്കേണ്ടതായി ഞാൻ ഒന്നത് സൂചിപ്പിച്ചു കൊണ്ടുള്ളൂ. വിനിയോഗമുള്ള വിഷയം വിനിയോഗത്തു പോകും. വയറ് നിറയെ ഒരിങ്ങനെ ആയപ്പോ ഞാൻ പഠിച്ചു കേട്ടെന്നറിയില്ല. കോഴിക്കോട് ജില്ലയിൽ പ്രസംഗിക്കാൻ പോയ പ്രസാദേ, ഗൾഫുകാരുടെ ഭാര്യമാർ ആരും പണം കടം കൊടുക്കുന്ന വ്യവസ്ഥയില്ല ഇപ്പോൾ. 1000 രൂപ ആവശ്യമുള്ള ഒരാളോട് ചോദിച്ചാൽ പറയാം, നീ എന്താ, ഞാൻ തരാം, അടുത്ത ആഴ്ച നീ എന്തെങ്കിലും അധികം തരാം. 1100 പലിശയാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റബ്ബിനോട് യുദ്ധം ചെയ്യുന്നവർ എന്ന് അല്ലാഹു വിളിച്ചു പറഞ്ഞവരാ പലിശക്കാർ. പടച്ച റബ്ബിനോട് യുദ്ധം ചെയ്യുന്നവരാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സമ്പാദനം ശ്രദ്ധിക്കണേ. ഞാൻ ചോദിക്കട്ടെ, വയറിന് ഒരു സുഖമില്ല, ഓ പോണത് നല്ല നല്ല സുന്ദരമായ വണ്ടിയിലാണ്, എയർ കണ്ടീഷൻ ചെയ്ത വണ്ടിയിലാണ്. വയറിനൊരു സുഖമില്ല, മനസ്സിനൊരു സുഖമില്ല, തലക്കൊരു സുഖമില്ല. വല്ല കാര്യമുണ്ടാവും? കോടിക്കണക്കിന് രൂപിക മുറിച്ചും ഉറുപ്പിക മുടക്കി, ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കിയെടുത്ത വീടാ. ആ വീടിന്റെ അകത്തവന് കിടക്കുന്ന മെത്തയാണെങ്കിലോ 2 ലക്ഷത്തിന്റെ കട്ടിലാണ്. കണക്കുള്ള കട്ടിലുണ്ടല്ലേ, കൊത്തുപണിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉഷാറാക്കി കടക്കണോനൊരു സുഖമില്ല. എന്ത് കാര്യമതിൽ ചിന്തിക്കണേ, എന്ത് കാര്യമതിൽ. അതുകൊണ്ട് സമ്പാദനം ഹലാലായ രീതിയിലാവണേ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. പ്രധാന ഒറ്റ വാക്കിൽ അത് ഓർമ്മപ്പെടുത്താണ്. കാരണം ഈ വിനിയോഗം പറയുമ്പോൾ സമ്പാദനം ടച്ച് ചെയ്യണം എന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, സമ്പാദനത്തിന് കുറെ മാർഗമുണ്ട്. ഇസ്ലാം അനുവദിച്ച കുറെ മാർഗം. വിശുദ്ധമായ ദീൻ താക്കീത് ചെയ്ത വേറെ ചില മാർഗങ്ങളുണ്ട്. ആ രീതിയിലെ സമ്പാദനം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ലെന്ന്. സമ്പാദിക്കാൻ പറ്റാവുന്ന നല്ല നല്ല മാർഗം ഒന്നെന്താ? ഒന്ന് കൈത്തൊഴിൽ. ഒന്നേതാ? കൈകൊണ്ട് ചെയ്യുന്ന കൈത്തൊഴിൽ ഇസ്ലാമിന് വലിയ ഇഷ്ടമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നമുക്കൊക്കെ കൈത്തൊഴിൽ എന്ന് പറഞ്ഞാല് മടിയാണ്. നമ്മളൊക്കെ വേഗം ഇന്നൊരു ലക്ഷത്തിട്ട് നാളെ 1 കോടി എങ്ങനെ ആകുമെന്നാ ചിന്തിക്കണം. ഇന്നൊരു ലക്ഷമിട്ടാൽ നാളെ ഏതെങ്കിലും 1 കോടിയാക്കി മാറ്റാമെന്നാണല്ലോ പലരുടെയും ചിന്ത. അതല്ലേ ലോകത്തിന്റെ ചിന്ത? ലോകത്തിന്റെ ചിന്ത. ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് കുറെ ആൾക്കാരോട് സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനം, നമ്മളെ നാട്ടിൽ വലിയ പൈസ ഒക്കെ ഉള്ള ആളുകൾ ഒരുപാടുണ്ടല്ലോ. ആളുകൾ വിദ്യാഭ്യാസ രംഗം, മുസ്ലിങ്ങൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്വാധീനം, അവർക്കൊരു സാന്നിധ്യവും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ കുറച്ച് മുതലാളിമാരൊക്കെ മെനക്കെട്ടാൽ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഒരാളിനോട് ചോദിക്കാം, പക്ഷെ അദ്ദേഹത്തിന് മുടക്കിയപ്പോ ലാഭത്തിന് കിട്ടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ലാഭം ഉണ്ടാവും, എത്രയെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് ലാഭമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ്, നമ്മളെ ക്യാമ്പസാണ്, നമ്മളെ കുട്ടിക്ക് നമ്മുടെ സംസ്കാരത്തിൽ പഠിക്കാലോ എന്നൊക്കെ പറഞ്ഞപ്പോ അവരെ പറയാം, ലാഭം പറയാൻ ഞാൻ കിട്ടൂലട്ട പൈസ. ഞാൻ ചോദിച്ചാ എന്താ? റിയൽ എസ്റ്റേറ്റിൽ ഇന്ന് 1 ലക്ഷം ഇട്ടാ നാളെ 1 ലക്ഷം 5 ലക്ഷമാണ്. മനുഷ്യന്റെ ആർത്തിയാണത്. ചിന്തിക്കണം നിങ്ങൾ. എന്നാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു സ്വഹാബി വന്നു. പുണ്യനബി ആ സ്വഹാബിയുടെ കൈ ഇങ്ങനെ പിടിച്ചപ്പോ കയ്യിന് വല്ലാത്ത ഒരെന്നല്ല നിങ്ങൾ പറയാ അല്ലേ? കാസർഗോഡ് വരുമ്പോഴേ ചില ഭാഷയൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ അടി കിട്ടും. എന്നോടൊപ്പം ഡ്രൈവർ പോരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വണ്ടി പണ്ടാരോഗന അടി കിട്ടി. എന്താ, നമ്മളെ ഡ്രൈവർ ഉണ്ട് സാധു, അവര് പറയും കാസർഗോഡ് പരിചയമില്ലാത്ത ആളെന്നോട് ശ്രദ്ധിക്കണം. എന്താ, ചില ഭാഷ നാടെ പ്രയോഗിക്കാൻ പള്ളി. ഞാൻ അങ്ങനെ എന്തെങ്കിലും വന്നുപോയ എന്നോട് മാപ്പാക്കണേ, പരിചയം കുറവ്. ഇനി പോണ സമയത്ത് പറഞ്ഞിരുന്നു, ഉസ്താദേ അതിവിടെ പറയരുത്,
നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പൂമാല കിട്ടുന്നത് തിരുവനന്തപുരത്ത് പോയി പറഞ്ഞാൽ അടി കിട്ടും. എന്റെ നാട്ടിൽ പറഞ്ഞാൽ ആളുകൾ സന്തോഷിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു പക്ഷെ ഏറ്റവും വെറുപ്പാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നല്ല ഉരമുള്ള കയ്യാണ്. നബി ആ സഹാബിയുടെ കൈ ഇങ്ങനെ പിടിച്ചു. വല്ലാത്ത ഉരമുണ്ടല്ലോ. നബി യോജിച്ചു. റസൂലുള്ള ചോദിച്ചു, അധ്വാനിക്കുന്ന ആളാണല്ലേ? അധ്വാനിക്കുന്ന ആളാണ്. ഏത് അധ്വാനിക്കുന്ന ആളാണ്? ഓനെങ്ങനെ കാഷ്യർ ആയിട്ട് ക്യാഷ് ഇങ്ങനെ വാങ്ങുന്ന ആളാണ്. അവന്റെ കൈക്ക് ടാമ്പുണ്ടാവും ഇല്ല. മൺവെട്ടിയെടുത്ത് കിളക്കുന്ന ആളാ, കൈകൊണ്ട് അധ്വാനിക്കുന്ന ആളാ. ആ കൈ അല്ലാഹുവിന്റെ ഹബീബ് പിടിച്ചിട്ട് പറഞ്ഞത്, അല്ലാഹുവേ ഇത് സ്വർഗത്തിലേക്കുള്ള കൈയാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൈകൊണ്ടുള്ള അധ്വാനം. കൈകൊണ്ടുള്ള അധ്വാനം അല്ലാഹുവിന്റെ ഹബീബിന്റെ വല്ലാത്ത ഇഷ്ടമാ. മാത്രമല്ല ഒരാൾ ഭക്ഷിക്കുന്നതിൽ ഏറ്റവും നല്ല സമ്പാദനത്തിന്റെ, ഒരാൾ ഭക്ഷിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം നബി പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ കസ്ബി യദിഹി, കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്നുള്ള സമ്പാദനത്തിലൂടെ ഭക്ഷിക്കുന്നതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇസ്ലാം കൈത്തൊഴിലിന് വലിയ പ്രാധാന്യം കൊടുക്കും. ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ പോകട്ടെ, ശ്രദ്ധിച്ചു. എവിടൊക്കെ എത്താം, അവിടെ സമയമായി ഞാൻ നിർത്തും. ഈ നമുക്ക് പൂർത്തിയാക്കിയില്ല, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാം. തൗഫീഖ് ചെയ്യട്ടെ. ഇതിപ്പോ 60-ാം വാർഷികം 70-ാം വാർഷികം ചിലപ്പോൾ ക്ലാസ് കൂടെ തന്നെ ആയാലും. കാരണം ഈ തലമണ്ടയിലൊക്കെ തോന്നിപ്പിക്കുന്ന റബ്ബാണല്ലോ അല്ലേ? അങ്ങനല്ലേ? അല്ലാണ്. കണ്ണൂർ ജില്ലയിലെ എയർപോർട്ട് വേണമെന്ന് തോന്നിപ്പിച്ചത് ആർക്കാ? അങ്ങൊക്കെ ഡൽഹിയിലുള്ള വലിയ വലിയ മനുഷ്യന്മാരെ തലയിലല്ല തോന്നിപ്പിക്കാം. കണ്ണൂർ എയർപോർട്ട് ആയിക്കോട്ടെ. കണ്ണൂർ ആ എയർപോർട്ട് വന്നപ്പോഴോ മൂർക്കമ്പറമ്പ് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലങ്ങൾ കണ്ടിട്ടില്ലല്ലോ. മൂർക്കമ്പാമ്പ് പോലും അങ്ങോട്ട് പോകാൻ പേടിയാ. മൂർഖന് പോലും പോകാൻ പേടിയാ. ഒരാൾ എന്നോട് പറഞ്ഞു, എന്താ പഠിച്ചോനെ, അന്ന് എനിക്ക് 2 ഏക്കർ സ്ഥലം 25,000 റുപ്യക്ക് തരാന്ന് ആ സുഹൃത്ത് പറഞ്ഞപ്പോ എനിക്കെന്തിനോട് അത്, മൂർഖം പോലും പോകാത്ത സ്ഥലത്ത് എനിക്കെന്തിനോടോ സ്ഥലം എന്ന് ഞാൻ ചോദിച്ചതാ. എന്നിട്ട് ഇയാൾ പറയാം, ഒരു മണ്ട, ആ 2 ഏക്കർ എനിക്കിപ്പോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കോടിപതിയായിരുന്നല്ലോ എന്ന് പറയാം. നിങ്ങൾ ആലോചിക്കണം. തോന്നിപ്പിക്കുന്നത് റബ്ബാണ്, അല്ലാഹുവാണ്. അപ്പൊ എത്തിയിടത്ത് വെച്ച് ഞാൻ നിർത്തും. അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ, ബോധം നൽകുമാറാകട്ടെ. കൈത്തൊഴിൽ വലിയ, നമുക്ക് കൈത്തൊഴിൽ വലിയ മോശമാണ്. ആലോചിച്ച് നോക്ക്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം आगे है औलाद इब्राहिम है, नमरूद है, कभी फिर किसी का इम्तिहान मकसूद है. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന് വേണ്ടി തീകുണ്ടാരം ഏറ്റുവാങ്ങിയാളാ. ആ മഹാനായ ഖലീൽ ഇബ്രാഹിം നബിയെ കുറിച്ചല്ലേ അല്ലാഹു പറഞ്ഞത്, ഖലീലേ എന്റെ ആത്മമിത്രമാണ്. ആ ആത്മമിത്രമായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കാന ബസ്സാസ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പട്ടുവസ്ത്രം നെയ്ത് കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു. കേൾക്കണം, പട്ടുവസ്ത്രം നെയ്ത് കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. കേൾക്കണോ നിങ്ങൾക്ക്? മഹാനായ പുണ്യ നബി തന്നെയാ പഠിപ്പിക്കുന്നത്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം അല്ലാഹു കാറ്റ് കീഴ്പ്പെടുത്തി കൊടുത്ത മഹാനാണല്ലോ. ജിന്ന് ഇൻസിനെ, ജിന്നുകളെ പോലും അടക്കി ഭരിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്ത ആളാണല്ലോ. ആ മഹാനായ ഖലീലുല്ലാഹ്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പാത്ര നിർമ്മാതാവായിരുന്നു. പാത്രങ്ങൾ ഉണ്ടാക്കി വിറ്റിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. ചിന്തിക്കണേ നിങ്ങൾ, മഹാനായ 950ഓളം കൊല്ലം അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ച ആളാര്? മഹാനായ നൂഹ് അലൈഹിസ്സലാം. ജിസ്നെ ചലായ കശ്തിയെ ഖുദായെ. ആ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം കാന നജ്ജാറ, ആശാരിയായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ആശാരി? ആശാരിമാരാരെങ്കിലും ഉണ്ടോ? കൈ നോക്കിയാണ്. നൂഹ് നബിന്റെ അനുയായികളുണ്ടോ നോക്കാൻ? നൂഹ് നബിയുടെ അനുയായികളുണ്ടോ? മടിയൊന്നും വേണ്ട, നല്ല പണിയാന്ന് പറയാനോ ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ പണിയൊക്കെ കൊടുത്തത് വേറെ കൊടുത്തു.
എന്നിട്ട് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കയറി വന്നതാരാ? നമ്മളില്ലാത്ത സമയത്ത് പോലും വീടിന്റെ അകത്തളങ്ങളിൽ പണിയെടുത്തതാരാ? നിങ്ങൾ ചിന്തിക്കണം, എത്ര നല്ല പണി. നമുക്കാണെങ്കിലോ ആശാരിയായാൽ മോശമാണ്, നല്ല തൊഴില. ബാങ്കിന്റെ പ്രസിഡന്റ് ആവലല്ല നല്ലത്, ബാങ്കിന്റെ സെക്രട്ടറി ആവലല്ല നല്ലത്, ബാങ്കിലെ ക്ലർക്ക് പണിയെടുക്കലല്ല നല്ലത്. അതിനേക്കാളും നല്ലത് ഒരു ഉള്ളിലെടുത്ത് ആമരമെടുത്ത് ആശാരിയുടെ കൂടെ ഹെൽപ്പറായി പോകലാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി നബി പഠിപ്പിക്കാൻ മഹാനായ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പ് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്ത ആളാ. ആ ഇരുമ്പ് കൊണ്ട് അങ്കി ഉണ്ടാക്കി വിൽക്കലായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ പണി അങ്കി ഉണ്ടാക്കി വിൽക്കുക, കൈ തൊഴിൽ ചെയ്ത് ജീവിച്ച ആളുകളാണ്. അതേപോലെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, സമ്പാദനത്തിന്റെ വഴിയാണല്ലോ കച്ചവടം. കച്ചവടം നല്ല സംഗതിയാണ്, പക്ഷെ കച്ചവടമാണ് ഹലാലായ രീതിയിലുള്ള കച്ചവടമാകണം. ഹറാമായ രീതിയിലുള്ള കച്ചവടമാണോ? തലമുറകളോളം നമ്മൾ കാരണം നരകത്തിന്റെ വിറകുകളായി തീരും. ചെറുതല്ല ഇത്, കച്ചവടം നല്ലതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാന താജിറ, നബി കച്ചവടക്കാരനല്ലെങ്കിലും കച്ചവടത്തിന്റെ ഉദ്യോഗസ്ഥനായി പോയിരുന്ന ആളാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഖദീജ ബീവിയുടെ കച്ചവടമായി റസൂലുള്ളാഹി പോയിട്ടുണ്ടല്ലോ. കച്ചവടം നല്ലതാണ്. മാത്രമല്ല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളും അവരെ കച്ചവടക്കാരായിരുന്നു. കച്ചവടം നല്ലതാണ്, പക്ഷെ ഏത് കച്ചവടം? കണ്യത്ത് ഉസ്താദ് ചെയ്ത പോലെയുള്ള കച്ചവടം. ഇവിടെ ഹാഷിം അരി മഹാനവറുകൾ അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തിയില്ലേ, സമസ്തയുടെ ആലിമീങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ. വിഷയം അതാണെങ്കിലും ഇതിന്റെ ഇടക്ക് കൂടെ ഞാൻ പറഞ്ഞു പോകട്ടെ. ഏത് കച്ചവടമാ? ഈ ഹദീസിന് മലയാളം പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന പദമില്ല എന്നെ അഭിപ്രായം. ഈ ഹദീസിനെ ഭാഷാന്തരപ്പെടുത്താൻ പറ്റാവുന്ന എന്ന പദം ഭാഷാന്തരപ്പെടുത്താൻ പറ്റാവുന്ന പദം മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് കച്ചവടം നല്ല കച്ചവടം? കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ തന്നെ സത്യം പറയുന്നു എന്നാണ്. അതിന്റെ എത്രയോ ഡിഗ്രി കൂടുതലാണ് സ്വദൂഖ് എന്ന് പറഞ്ഞാൽ നിർമ്മല സത്യം പറയുന്ന കച്ചവടക്കാരൻ. എന്നിട്ടും പുണ്യനബി നിർത്തിയില്ല, പിന്നെ പറഞ്ഞതാ അല്ലമീൻ, വിശ്വസ്തനായ നിർമ്മല കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന് വേണ്ടി തൗഹീദ് की अमानत सीनों में है हमारे, आसान नहीं मिटाना नामो निशान हमारा. അല്ലാഹുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച, രണാങ്കണത്തിൽ പോയി സ്വന്തം ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചിറഞ്ഞ മക്കളെ മാറ്റി നിർത്തി കരയുന്ന മാതാപിതാക്കളോട് സമ്മതം ചോദിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരാത്ത വിധം അല്ലാഹുവിന്റെ ശത്രുക്കളോട് പോരടിച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ രക്തസാക്ഷികളായ ശുഹദാക്കളുടെ കൂടെയാ കച്ചവടക്കാരൻ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഏത് കച്ചവടക്കാരൻ? شهادة في أي مملكة صنع هذا ياباني أم أمريكي أم بريطاني؟ هذا ياباني. الله 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 ترجع سلام. أنا أريد الفوق بيتي
മനസ്സിലായോ? മനസ്സിലായ അതിന്റെ അർത്ഥം എന്താ? സർവ്വസാധാരണമായി ഗൾഫിൽ നിന്ന് കേൾക്കുന്നത് ചൈനയുടെ സാധനമാണ്. ചൈനയുടെ സാധനത്തിന്റെ വേക്കുന്ന മെയ്ഡ് ഇൻ ചൈന ഇത് സ്റ്റിക്കർ വല്ലതും പറിക്കാം. എന്നിട്ട് അതിന്റെ മേലെ മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് ഒട്ടിച്ചു. അറബിക്ക് ഒരു സ്വഭാവമുണ്ട്, അല്ലെ മെയ്ഡ് ഇൻ അമേരിക്ക. അറബിക്ക് ഒരു സ്വഭാവമുണ്ട്, അമേരിക്ക എന്ന് കേട്ടാ പിന്നെ ഓല് ഒന്നും ചിന്തിക്കൂല. ഓലെന്നെ പറയല് അമേരിക്ക മൊഹ്കൊയ്സ്. അപ്പൊ നമ്മള് തിരിച്ചു വയ്ക്കണ്ടേ, എന്തോടോ എന്താ മൊഹ്മാഫിക്കൊയ്സ്, എന്താ മൊഹ്കൊയ്സ് എല്ലാം തിരിച്ചു വയ്ക്കേണ്ടതാണ്. ഓല് പറയാം അമേരിക്ക വല്ലാഹി കൊയ്സ്, അമേരിക്ക അമേരിക്ക മൊഹ്കൊയ്സ്. അതുകൊണ്ട് തന്നെ ഓല് ഏതൊരു കടയിൽ കയറിയാലും ചോദിക്കും, ഇത് സാധനം അമേരിക്കൻ മെയ്ഡാണോ, അംബരിയഥാനി അല്ല ബ്രിട്ടനാണോ, ബ്രിട്ടൻ മെയ്ഡാണോ, അതല്ലെങ്കിൽ അംബരിയഥാനി അം യാബാനി മെയ്ഡ് ഇൻ ജപ്പാനാണോ ചോദിക്കും. അപ്പൊ കടക്കാരൻ شوف هذا شوف انت تعرف كلام انت تعرف كتاب تقرا شوف مكتوب شو مكتوب. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അവൻ ചിലപ്പോൾ തിരിച്ചോണമെന്നില്ല. ഓ هذا شوف هذا امريكي. അപ്പോൾ ചോദിക്കും والله الله 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 والله. കന്നെത്തുസാദ് നിങ്ങൾ ഏത് കച്ചവടക്കാരനാ? കച്ചവടക്കാരന്റെ സ്ഥാനം ഇവിടെ പറഞ്ഞേ ശുഹദാക്കളോടൊപ്പമാണ് അയാളെ സ്വർഗത്തിൽ. ഞാൻ ഈ ഒറ്റ കാര്യം വിശദീകരിച്ച അന്നത്തെ സദസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എന്താ ഈ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. ശുഹദാക്കളോടൊപ്പം ആരാ? ശുഹദാക്കൾ വിചാരണ തുടങ്ങാൻ പോകുന്നേയുള്ളൂ. വിചാരണ തുടങ്ങിയിട്ടില്ല, തുടങ്ങാനുള്ള ഒരുക്കത്തില. അല്ലാഹു റിദ്വാൻ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, റിദ്വാനെ സ്വർഗ്ഗം റെഡിയാക്കൂ. റിദ്വാൻ അലൈഹിസ്സലാമേ, റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗ്ഗം അങ്ങനെ റെഡിയാക്കാം. ആ സ്വർഗത്തിലൂടെ അങ്ങനെ നടന്നിട്ടൊക്കെ നോക്കുന്ന സമയത്ത് കുറെ ആളുകളുണ്ട് സ്വർഗത്തിൽ. റിദ്വാൻ അലൈഹിസ്സലാം പോലോടിലേക്ക് അങ്ങനെ സ്വർഗത്തിൽ പോലെ പറഞ്ഞു ഞങ്ങൾ സ്വർഗത്തിൽ വന്നത്. അപ്പൊ അവരോട് ചോദിച്ചോ, ഹിസാബ് കഴിഞ്ഞോ, വിചാരണ കഴിഞ്ഞോ? ഇവര് പറയില്ല, വിചാരണ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ റിദ്വാൻ അലൈഹിസ്സലാം ഇവരോട് ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടുവോ? ഇവർ പറയാണ് ഇല്ല. അപ്പൊ റിദ്വാൻ ചോദിക്കാം, പിന്നെ ഞങ്ങൾ സ്വർഗത്തിൽ വന്നത്? അപ്പൊ അവർ പറയുന്നു, ഞങ്ങൾ സ്വർഗത്തിന്റെ മതിലുകൾക്ക് മുകളിലൂടെ പറന്നു വന്നതാണ്. അപ്പൊ അവർക്ക് അല്ലാഹു പറക്കാനുള്ള ചിറക കൊടുത്തത് സ്വർഗത്തിലെ മതിലുകൾക്ക് പുറത്തുകൂടെ മുകളിലൂടെ പറന്നു വന്നതാ ഞങ്ങൾ. അപ്പൊ റിദ്വാൻ അലൈഹിസ്സലാം ചോദിക്കാം, നിങ്ങൾക്ക് ഈ വലിയ മഹത്വം അല്ലാഹു നൽകാൻ കാരണമെന്താ? ഹിസാബ് പോലും കാണാതെ, വിചാരണ പോലും നേരിടാതെ നേരിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാ? അവർ പറയുകയാ, റിദ്വാനേ ഞങ്ങളുടെ ശരീരം അല്ലാഹുവിന് വേണ്ടി, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്തവരാണ്. ശുഹദാക്കളാ ഞങ്ങളെന്നവർ പറയുകയാണ്. ആ ശുഹദാക്കളുടെ കൂടെയാണ് ആര്? കച്ചവടക്കാർ. ഏത് കച്ചവടക്കാരൻ? ഈ കോലത്തിലുള്ള കച്ചവടക്കാരനോ? ഈ കോലത്തിലുള്ള കച്ചവടക്കാരനോ അല്ല. ഇക്കോലത്തിലുള്ള കച്ചവടക്കാരനോ അല്ല. അറബി ഏൽപ്പിച്ചാണ് കച്ചവടം ചെയ്യാൻ. അറബിന്റെ ആളായിട്ടാണ് അവിടെ ഇരിക്കുന്നത് കടയിൽ. എന്നോട് ഒരാൾ പറഞ്ഞാട്ടോ, അയാൾ അനുഭവമായിട്ടല്ല എനിക്ക് തോന്നുന്നു. ഏതായാലും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആരും ഇല്ലാന്ന് ഉറപ്പാണ്, കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുക. അപ്പൊ ഏതോ കണ്ണൂർ ജില്ലക്കാരനോ കോഴിക്കോട് ജില്ലക്കാരനോ മലപ്പുറം ജില്ലക്കാരനോ ആയിരിക്കും. അയാൾ എന്നോട് പറയാം, അറബിന്റെ ഒരു കടയിൽ ഇതേപോലെ അറബി എന്ന് ഏൽപ്പിച്ച് വിശ്വസ്തമായി ഏൽപ്പിച്ചാൽ ഭയങ്കര വിശ്വാസമാണ് അറബിക്കാർ. എന്നും രാവിലെ ഇയാൾ കട തുറക്കും. ലാസ്റ്റ് 12 മണിക്ക് കട അടക്കാൻ പോകുമ്പോഴേ അറബി വരുള്ളൂ. അറബി വന്ന് അറബി കണക്കൊക്കെ കുട്ടിക്കൊക്കെ കാണിച്ചു കൊടുക്കും. അറബി കണക്കൊക്കെ വിശ്വസ്തമായിട്ട് എഴുതാം, റെഡിയാക്കിയിട്ട് അതിലൊന്നും മായില്ല. ഭയങ്കര വിശ്വാസം അറബിക്ക്. 26 ഫീസാണെങ്കിൽ ഏതുപോലെ എഴുതിയിട്ടു. അറബിക്ക് തോന്നുന്ന ഈ ജാതി വിശ്വാസമുള്ള ഭൂമിയിൽ തന്നെ കിട്ടൂല. അറബി കണക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് അറബി എന്നാ പിന്നെ പൈസ ഒക്കെ കൊടുത്തിട്ട് പിന്നെ പറയും, പിന്നെ അതിനൊരു 100 ദിർഹംസ് ഞാൻ എടുത്തണേ. അറബിയിലല്ല പറഞ്ഞേ, പിന്നെ മലയാളത്തിൽ 100 ദിർഹംസ് ഞാൻ എടുത്തണേ. അറബിന്റെ അടുത്ത് ഉറക്കെ പണിക്കാരൊക്കെ പോയിട്ട് ഇയാളും അറബി മാത്രമേ ഉള്ളൂ. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ അങ്ങനെ കുറെ എടുത്തണ്, ഞാൻ അറബിനോട് സമ്മതം ചോദിച്ചിട്ട് എടുക്കല്.
കേട്ടോ സമ്മതം ചോദിച്ചിട്ട് മൂപ്പരെന്താ പറയാ? മൂപ്പരൊന്നും മിണ്ടൂല. അപ്പൊ മിണ്ടാഞ്ഞാ പറ്റുമോ? റസൂലുള്ള പറഞ്ഞപ്പോ ഇതിനുഹാ സുകൂത്തുഹാ സുകൂത്തുഹാ, അതായത് ബിക്കറായ കന്യകയായ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ അവളോട് സമ്മതം ചോദിക്കൽ സുന്നത്താണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കന്യകയായ പെണ്ണിനെ ഞാൻ കെട്ടിക്കട്ടെ എന്ന് വെച്ചാൽ സമ്മതം തരൂ. നിങ്ങളാരും മിണ്ടാത്ത ഇന്നത്തെ പെൺകുട്ടികളെ കണ്ടോണ്ടാ. പണ്ടത്തെ പെൺകുട്ടികളോട് ചോദിച്ചാൽ മുണ്ടനല്ലേ. ഇന്നത്തെ പെൺകുട്ടികളോ അല്ലെ വാപ്പയെ 2 കൊല്ലം വൈകി പോയില്ല നിങ്ങൾ ചോദിക്കാൻ എന്ന് ചോദിച്ചു. കാലത്തിന്റെ വ്യത്യാസമാണ്. പുണ്യനബി ആ കാലഘട്ടത്തിൽ പറയുകയാണ് ബിക്കറായ കന്യകയായ പെണ്ണിനോട് ചോദിച്ചാൽ ഒരു സമ്മതം തോന്നാമെന്നില്ല. അതുകൊണ്ട് അവളൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ അവരുടെ മൗനം സമ്മതമാണ്. ഇയാൾ പറയാം. അതേപോലെ ഞാനൊന്നും അറബിനോട് പറയും, ഞാൻ 100 എടുത്തുട്ടോ 100 ദിർഹം ചിലപ്പോ പറയുമ്പോ ദിർഹം എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ അറബി തിരിഞ്ഞു നോക്കി വരും. അപ്പൊ 100 ദിർഹം എടുത്തുട്ടോ. ഹലാലാകുമോ? ഇല്ല. ഏതു കച്ചവടക്കാരനായി പറഞ്ഞത്? മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നമ്പർ ഓതുമ്പോഴേക്ക് എന്റെ മനോമുഖരത്തിലേക്ക് ഓടി വരാറുള്ളതാ മഹാന. മരക്കച്ചവടം ഞാൻ ചോദിക്കട്ടെ, മരക്കച്ചവടം ചെയ്തിട്ട് ആരെങ്കിലും പൊട്ടിപ്പോയി ചരിത്രത്തിലുണ്ടല്ല? പൊട്ടിയ ഒരാൾ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. കച്ചവടം ചെയ്തു, മരക്കച്ചവടം. എന്താ കാരണം? ആള് മരം വാങ്ങാൻ വന്നാ പറയുന്ന ഇതാണ് മരം, ഇത്ര നീളം ഇത്ര തടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇതാ. എന്നിട്ട് എനിക്ക് ഇതിന് ഇത്ര റുപ്യ കിട്ടും, 25,000 റുപ്യ കിട്ടും. പക്ഷേ ഇതിനിതാ ഇവിടെ ചെറിയ ഒരു ദ്വാരമുണ്ട്. ഇത് ഈർന്നു നോക്കിയാൽ ചിലപ്പോൾ അകത്ത് വലിയ പൊള്ളയാവാം. ആൾക്കാർ പറഞ്ഞു ഉസ്താദേ ഉള്ള ഓട്ട അടച്ചിട്ട് കച്ചവടം ചെയ്യാന്നല്ലാതെ ഉള്ളത് ചിലപ്പോൾ ഉള്ളിൽ കയറുന്ന വലുതാവെന്നൊക്കെ പറഞ്ഞ് ആരാ വാങ്ങാന്ന് വെച്ചു. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ ഭയപ്പെടുന്നത് ഭൂമിയിലെ ദാരിദ്ര്യമല്ല, ഉഖ്റവിയായ ലോകത്തെ ദരിദ്രനായി പോകുന്നതാ. കണ്ണിയത്ത് അഹമ്മദിന്റെ കച്ചവടം ഭൂമിയിൽ നടന്നില്ലെങ്കിലും റിസ്ക് അല്ലാഹു ഏറ്റതാ. എന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഞാനൊക്കെ ഒറ്റടിക്കേ പറയുന്നുള്ളൂ. ഇതിൽ ഓരോന്നും ഓരോ ദിവസം പറയേണ്ട വിഷയമാണ്. കച്ചവടം സമ്പാദനത്തിന്റെ മറ്റൊരു വഴിയാണ്. പിന്നെയോ കൃഷി ഭയങ്കര കൂലുള്ള കാര്യമാണ്. നമ്മൾ ആരെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഭൂമിയിൽ നമ്മളൊരു വിത്ത് പൊടിച്ചിട്ടുണ്ടാവും, ഒരു ചെടിയെങ്കിലും നമ്മൾ കുഴിച്ചിട്ടില്ല. നമ്മളൊക്കെ അങ്ങാടി പോകുമ്പോൾ നമുക്ക് എനിക്കും കിട്ടണം പണം എന്ന് പണ്ടൊരാൾ പറഞ്ഞാൽ എനിക്കും കിട്ടണം പണം. നമ്മൾ വേഗം പണക്കാരനാവുന്ന വഴിയാണ്. എത്രയാ കൂലി? അതിന്റെ പുറമെ കൊളസ്ട്രോളിന് പറയാ, കൊളസ്ട്രോൾ കുറെ കൈക്കോട്ടത്തരത്ത് കുറിച്ചില്ല. അവനവന്റെ പറമ്പ് തരിശായി കിടക്കണേ, തരിശായി കിടക്കുകയല്ലേ. എന്നിട്ടോ തമിഴ്നാട്ടുകാരെ ഉണ്ടാക്കി വിടുന്ന തമിഴ്നാട്ടുകാരൻ വിഷലിപ്തമായവൻ ശ്രമിച്ചെടുക്കുന്നവരുണ്ടാക്കി എടുക്കുന്ന പച്ചക്കറി അവരുടെ സ്വഭാവതരങ്ങളിൽ അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാടുണ്ടാവും. പോലെ അയില ഉണ്ടാക്കുക. അയില് ഈ വിഷമൊന്നും ഉപയോഗിക്കൂല. വിഷമൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര വിളവെടുക്കുന്ന പച്ചക്കറിയൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങോട്ട് വിടും. നമ്മളൊക്കെ അടിച്ചു മാറിയിട്ട് വയറിൽ ക്യാൻസർ, ലിവറിൽ ക്യാൻസർ, ലെൻസിന് ക്യാൻസർ, എല്ലാ തലത്തും ക്യാൻസർ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കൈകൊണ്ട് ഭൂമിയിൽ നമ്മൾ വല്ല പച്ചക്കറിയും നട്ടിട്ടുണ്ടോ? വൃക്ഷം നട്ടിട്ടുണ്ടോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ കൃഷി ഏറ്റവും നല്ല സമ്പാദനത്തിന്റെ വഴിയാ. കർഷകൻ ഭൂമിയെ ജീവിപ്പിക്കുന്നവനാ. കൃഷിയാണോ കച്ചവടമാണോ ഏറ്റവും ശ്രേഷ്ഠം? അഭിപ്രായത്തിൽ കൃഷിയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ്. എന്തുകൊണ്ട്? 2 കാര്യം കൊണ്ട്. ഒന്ന്, കൃഷി ജനങ്ങൾക്ക് ഏറെ ഉപകാരമുള്ളതാണ്. ജനങ്ങൾക്ക് ഭക്ഷിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. എന്നാ നമ്മളെ കാലത്ത് അങ്ങനല്ല. ജനങ്ങൾ തിന്നാലും തിന്നില്ലേ, ഞമ്മക്ക് ലാഭം ഉണ്ടാവും. അതല്ലേ കാസർഗോഡിന്റെ മണ്ണിലെമ്പാടും എൻഡോ സൽഫാന്റെ ഇലകൾ ഉണ്ടായത്.
എൻഡോസൾഫാന്റെ ഇരകളായി കാസർഗോഡിന്റെ ഒരു ഭാഗം മാറിയത് എന്തുകൊണ്ടാ? കശുവണ്ടി ഇല്ലാത്തത് കൊണ്ടല്ല, അമിതമായ ഉൽപാദനവും നാശവും, ആ നാശത്തിലൂടെ ഉണ്ടാകുന്ന നട്ടവും നികത്താൻ മാരകമായ വിഷം പ്രയോഗിച്ചതാണ്. നിങ്ങൾ ചിന്തിക്കണേ. പുണ്യ നബിയാ പറയുന്നത് അത് പച്ചക്കറികൾ കൃഷി എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളത്. ഒന്ന്, രണ്ട്, ഇത് തവക്കുലുണ്ട്. ഒരു വിത്ത് കുഴിച്ചിട്ട് ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിച്ചോനെ നഷ്ടത്തിലാവൂന്ന് വിചാരിച്ചിട്ടാ കുഴിച്ചിട്ടുണ്ട്. അപ്പൊ തവക്കുലുണ്ട്. അതേപോലെ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായ സംഗതിയാണ്. അതുകൊണ്ട് കൃഷി എന്നത് വരുമാനത്തിന്റെ ഏറ്റവും നല്ല ഉപാധിയാണ്. ഒരുപാടുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സമ്പാദിക്കാൻ വിശുദ്ധമായ ഇസ്ലാം പറയുകയാണ്. എങ്ങനെ? ഹലാലിലൂടെ സമ്പാദിക്കാവോ. കാരണം എന്താ? ഹറാമായി പോയോ ആ ഹറാം എത്തുന്ന വയറുകളും ആ ഹറാം ഭക്ഷിക്കുന്ന ശരീരത്തിന്റെ ഉടമകളും മുഴുവൻ നരകത്തിന്റെ വരകുകളായി തീരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ